ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. പാർട്ട് 1 വീഡിയോ കുട്ടികളുടെ ടാൻട്രംസ് നമ്മൾ പേരൻസ് ഹാൻഡിൽ ചെയ്യുന്ന രീതികളിലെ മിസ്റ്റേക്കുകൾ എന്നുകൊണ്ടാണ് പാർട്ട് 1 വീഡിയോ ചെയ്തത്. ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു പറയാൻ, പക്ഷേ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് വളരെ കൂടിയതുകൊണ്ട് ഞാനത് അവിടെ ബ്രേക്ക് ചെയ്ത് പാർട്ട് 2 ആയിട്ട് റിമൈനിങ് പോയിൻറ്റ്സ് പറയാമെന്നുള്ളത് തീരുമാനം എടുത്തു. അപ്പോൾ പാർട്ട് 1 വീഡിയോ കണ്ട പല ആൾക്കാരും ഉണ്ടാവുമായിരിക്കും, കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് പാർട്ട് 2 കാണുന്നതിന് മുന്നേ പാർട്ട് 1 കാണാം, എന്നാൽ മാത്രമേ ഇത് ഹെൽപ്ഫുൾ ആവുള്ളൂ. എന്തായാലും പിന്നെ പാർട്ട് 2 വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. പക്ഷേ അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പാർട്ട് 1 വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലാവും, ഞാൻ പറഞ്ഞ പല പോയിൻറ്റ്സ് അത് ഞാൻ പ്രോപ്പറായിട്ട് എവിടെയും കുറിച്ച് വെച്ചിട്ടല്ല എഴുതി. എൻ്റെ മനസ്സിൽ തോന്നുന്ന പോയിൻറ്റ്സ് വൺ ബൈ വൺ ഞാൻ പറഞ്ഞു പോയതുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പോയിൻറ്റ്സുകളും പറയാൻ വിട്ടുപോയതായിട്ട് എനിക്ക് അത് കണ്ടപ്പോൾ തോന്നി. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു മിസ്റ്റേക്ക് പാർട്ട് 2-ൽ ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഞാൻ പ്രോപ്പറായിട്ട് ഒരു വൈറ്റ് പേപ്പറിനകത്ത് എഴുതി കൊണ്ടുവന്നിട്ടാണ് ഇന്ന് നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. എന്നാൽ പോലും എവിടെയെങ്കിലും എന്തെങ്കിലും ടെക്നിക്കൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ കണ്ടൻറ് എറേഴ്സ് വരുവാണെങ്കിൽ നിങ്ങൾ അത് അതിൻ്റേതായൊരു സെൻസിൽ എടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന നല്ല വശം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും കാണുമെന്നും ആക്സെപ്റ്റ് ചെയ്യുമെന്നും ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു വീഡിയോയിൽ പോയിൻറ്റ്സുകൾ പറയുന്നതിന് മുന്നേ ആയിട്ട് 2 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, ഇത് കുട്ടികൾക്ക് എന്തൊരു വാശിയാണ് ഈ കുട്ടിക്ക് എന്ന് പറയുന്നവരോടാണ് പറയാനുള്ളത്. കുട്ടികളാകുമ്പോൾ വാശിയുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അവർ വലിയ മുതിർന്ന ഭയങ്കര മെച്ചുവേർഡായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യണമെന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഞാൻ തന്നെ പലപ്പോഴും എൻ്റെ മോളെക്കുറിച്ചിട്ട് എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ പറയും, അയ്യോ ഇതെന്ത് വാശിയായി കുട്ടിക്ക്, എന്തൊരു വാശിയത് ഇങ്ങനെ പറയുന്നവരോട് ദയവ് ചെയ്ത് അങ്ങനെ പറയുന്നത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം കുട്ടികളാകുമ്പോൾ മെച്ചുവേർഡായിട്ടുള്ള ആൾക്കാരെ പോലെ ബിഹേവ് ചെയ്യില്ല. അവർ കുട്ടികളാണ്, കുട്ടികളെ പോലെ തന്നെ ബിഹേവ് ചെയ്യുള്ളൂ. അവർ ചെയ്യേണ്ട മിസ്റ്റേക്കുകളൊക്കെ ചെയ്ത് അതിനകത്തുനിന്ന് അവർ പഠിച്ചുയർന്നു വരിക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഒഴിവാക്കുക. കാരണം അത് നിങ്ങൾ ഇൻഡയറക്റ്റ്ലി ആ പേരൻസിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും. അപ്പോൾ പേരൻസ് അത് ദേഷ്യത്തിൻ്റെ രൂപത്തിൽ കുട്ടികളുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കും. നീ എന്തിനാ ഇത്ര ദേഷ്യം കാണിക്കുന്നതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ 2 അടിയൊക്കെ കൊടുത്തു എന്ന് വരാം. അത് ആ ഒരു സിറ്റുവേഷനിൽ ഈ പേരൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പേരൻസിനെ ഇങ്ങനെ കുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ചുറ്റുവട്ടത്തുള്ളവർ ഒഴിവാക്കുക. അത് ഒന്നാമത്തെ പോയിൻറ്റ്. ഇനി രണ്ടാമത്തതൊരു പോയിൻ്റ് അല്ല, പക്ഷെ ഒരു നടന്ന സംഭവത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ വീടിൻ്റെ തന്നെ കുറച്ചടുത്തുള്ള ഒരു ശിവൻ്റെ അമ്പലത്തിൽ ശിവരാത്രിയുടെ സമയത്ത് കഴിഞ്ഞ ശിവരാത്രിയുടെ സമയത്ത് അമ്പലത്തിൽ ഞാൻ ഒരു വിസിറ്റ് നടത്തി. അപ്പോൾ അവിടെ എനിക്കറിയില്ലായിരുന്നു അവിടെ ഒരു ഇങ്ങനെ സ്റ്റേജിൽ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു ആഘോഷം നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പോയപ്പോഴത്തേക്കും അത് കണ്ടപ്പോഴത്തേക്കും അത് കാണണം എന്നില്ല. കാരണം കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് അത്തരത്തിലുള്ളൊരു പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്ന് കാണണം തോന്നി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിലിയൊക്കെ കൂടിയിട്ട് അവിടെ ഇരുന്ന് എല്ലാം കണ്ടു. അപ്പോൾ അവിടെ ഞാൻ 1-2 സംഭവങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ ഡാൻസ് കളിക്കേണ്ട ഒരു സെറ്റ് ഓഫ് ലേഡീസ്, അത് ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡീസിൽ ഒരു ഒരു ചേച്ചിയുടെ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് അവൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ നിൽക്കണം. അവർക്കാണെങ്കിൽ നെക്സ്റ്റ് അവരുടെ ഈ ലേഡിക്കാണെങ്കിൽ നെക്സ്റ്റ് അവരുടെ ഡാൻസാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ കുട്ടി ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ മേ ബി എന്തൊക്കെയോ ഒരു വെപ്രാളം ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഈ ലേഡിയുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നോക്കണേ, എനിക്ക് നോക്കാൻ പറ്റില്ല. കാരണം അവർ മേ ബി സ്റ്റെപ്പ് റീകോൾ ചെയ്യുന്ന തിരക്കിലാവാം. അങ്ങനെ പല ടെൻഷനും സ്റ്റേജിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ടെൻഷനിലായിരുന്നു ഈ അമ്മ. അതുകൊണ്ട് തന്നെ ഈ മകനെ നോക്കാൻ ഈ അമ്മക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ അമ്മ അച്ഛനെ വിളിച്ച് പറഞ്ഞു, മോനെ ശ്രദ്ധിക്കണം, എനിക്ക് നോക്കാൻ പറ്റില്ല, അടുത്തത് എൻ്റെ ഡാൻസാണ്, ഞാൻ കയറാൻ വേണ്ടി പോകാമെന്നുള്ള അത്തരത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. മോനെയും കൂട്ടിയിട്ട് ഈ അച്ഛൻ പോയി. പക്ഷെ മോൻ എങ്ങനെയും അമ്മേൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി വല്ലാണ്ട് വാശി പിടിച്ചു. അപ്പോൾ ഈ മോനെ ഒന്ന് കൺട്രോളിൽ വരുത്താൻ വേണ്ടിയിട്ട് ഈ അച്ഛൻ എന്ത് ചെയ്തു, മോനെയും കൊണ്ട് അവിടെ ഒരു ചെറിയൊരു ചന്തയുണ്ടായിരുന്നു, ഒറ്റൊരു ചന്തയുണ്ടായിരുന്നുള്ളൂ. അവിടെ പോയി അവനിഷ്ടമുള്ളൊരു കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു.
അപ്പോൾ ഈ കുട്ടിക്ക് ഈ കളിപ്പാട്ടം അമ്മേനെ കാണിക്കണം. അതിന് വേണ്ടിയിട്ട് കുട്ടി അച്ഛൻ്റെ അടുത്ത് നിന്നും വെച്ചാൽ ഭയങ്കര ദൂരത്തിലൊന്നുമല്ല, മീൻസ് കുറച്ച് ദൂരത്തിലിരിക്കുന്ന ഒരാൾക്ക് 2 ആൾക്കാരെയും കാണാൻ പറ്റും. അത് ചന്തയിൽ നിൽക്കുന്ന അച്ഛനെയും മോനെയും കാണാൻ പറ്റും. ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതിൽ ഈ ഒരു സ്ത്രീ, അതായത് ഈ ഒരു ലേഡിയെ ആ ഗ്രൂപ്പിനകത്ത് കാണാനും പറ്റും. അപ്പം ഞാൻ ഇവരെ ഈ ഒരു സംഭവത്തിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ ടോയ് വാങ്ങിക്കൊടുത്ത ഉടനെ തന്നെ ഈ കുട്ടി അവിടെ നിന്ന് ഓടി അവൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അച്ഛൻ എക്സ്പെക്ട് ചെയ്തില്ല. അച്ഛൻ ആ പൈസ കൊടുക്കുന്ന ആ ഒരു ഒറ്റ ടൈം കൊണ്ട് ഈ കുട്ടി അമ്മേൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഈ അമ്മയ്ക്ക് കുട്ടി വന്നപ്പോഴത്തേക്ക് കുട്ടി ഭയങ്കര സന്തോഷത്തിൽ അമ്മ ഇതാ നോക്കുമെന്ന് പറഞ്ഞിട്ട് ടോയ് കാണിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഈ സ്റ്റേജിൽ കയറാനുള്ള ഒരു വെപ്രാളത്തിൽ നിന്നോടല്ലേ പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് പോകാൻ, നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് ആ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ച് നിങ്ങളോടല്ലേ പറഞ്ഞത്, അതിങ്ങനെ ഒരു ദേഷ്യത്തിലും ടെൻഷനിലും അവനെ നോക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വീണ്ടും അയച്ചെന്നുള്ള രീതിയിൽ കുറച്ച് ആക്ഷൻസ് ഇട്ടു. അപ്പോൾ ആ ആക്ഷനകത്ത് എനിക്ക് മനസ്സിലായി ഇവർ ഇതാ ഉദ്ദേശിച്ചെന്നുള്ളത്. അപ്പം തന്നെ അച്ഛൻ പോയിട്ട് മോനെ പിടിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മോൻ ഒരിക്കലും പോകാൻ തയ്യാറാവുന്നില്ല. കുട്ടിക്കാണെങ്കിൽ അമ്മേൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. അമ്മയ്ക്കാണെങ്കിൽ കുട്ടിയെ നോക്കാനും പറ്റുന്നില്ല. കുട്ടി അമ്മേൻ്റെ അടുത്ത് നിൽക്കുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ല. അപ്പോൾ അമ്മയാണെങ്കിൽ അച്ഛനെയും ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അച്ഛന് പറ്റാണ്ടായപ്പോഴത്തേക്ക് അച്ഛന് ഭയങ്കര കൺട്രോൾ പോയി. ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ വഴക്ക് പറയുന്നു, കുട്ടിയാണെങ്കിൽ അച്ഛൻ്റെ കൂടെ പോകാനുള്ള ഒരു തരത്തിലും തയ്യാറാവുന്നില്ല. അപ്പോൾ ആ നാട്ടുകാരും ഇതൊക്കെ കാണും. അപ്പോൾ അതൊക്കെ കാണുമ്പം മേ ബി അച്ഛന് കൺട്രോൾ പോയിട്ട് അച്ഛൻ ഓട്ടനെ ചെയ്തെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഓടി വന്നിട്ട് മോനെ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചു. കുറേ പ്രാവശ്യം വാവാന്ന് പറഞ്ഞു. പക്ഷെ അവൻ എങ്ങനെയും കേൾക്കാത്തത് കൊണ്ട് ഉടനെ തന്നെ അവൻ്റെ കോളറ് പിടിച്ചു, അതായത് കോളറുള്ള ഷർട്ടായിട്ട് കോളർ പിടിച്ചിട്ട് ലിറ്ററലി വലിച്ചഴിച്ചിട്ടാണ് കൊണ്ടുപോയത്. ലിറ്ററലി ആ ഷർട്ടിൻ്റെ കോളർ പിടിച്ച് വെല്ലിച്ചിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ വലിച്ചുകൊണ്ടപ്പോൾ ഞാൻ ഈശ്വര, കുട്ടിയല്ലേ അത്, ഏകദേശം ഒരു 5-6 വയസ്സ് കാണും, കുട്ടിയല്ലേ അത്, അതിനെ വലിച്ചു കൊണ്ടുപോകാനോ എന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് എഴുന്നേറ്റ് പോയി. കാരണം ഞാനൊരു അമ്മയാണ്, എനിക്ക് ആ ഒരു കുട്ടിയല്ലേ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ എഴുന്നേറ്റു. പക്ഷേ എന്നാലും കാരണം ഞാൻ പോയി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നീ ഇതിനകത്ത് ഇടപെടാൻ നിൽക്കണ്ടാവട്ടെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഒന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കണ്ടിരിക്കുക എന്നല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് ശേഷം അതായത് ആ കുട്ടീനെ കൊണ്ടുപോയി പിന്നീട് ഞാൻ ആ അമ്മേനെയും അച്ഛനെയും കണ്ടിട്ടില്ല. അമ്മയാണെങ്കിൽ ഡാൻസും കഴിഞ്ഞിട്ട് മീൻസ് തിരിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നെ അവരെ 3 പേരെയും ഞാൻ കണ്ടിട്ടില്ല. മേ ബി അവർ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണെന്നറിയില്ല. അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത്തരത്തിൽ ചില കണ്ടീഷൻസ്, ചില സിറ്റുവേഷൻസിൽ പേരൻസിന് എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അറിയില്ല. ഇപ്പം ഞാനൊരു പേരൻ്റാണ്, ഞാൻ ഇത്രയും വലിയ വാചകം അടിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ എനിക്കും ഇതുപോലൊക്കെ തന്നെ ബിഹേവ് ചെയ്യേണ്ടി വരും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് മാക്സിമം അറിയാവുന്നതെന്ന് വെച്ചാൽ മേ ബി ആ കുട്ടീനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ പലതും സംസാരിക്കാൻ നോക്കുക. ഇതൊന്നും ചെയ്തിട്ടും അടങ്ങാത്ത കുട്ടീനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിവൻ എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്കറിയാവുന്ന മെത്തേഡുകളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ഇതൊന്നും നടക്കുന്നില്ല, ചിലപ്പോൾ എനിക്കും ദേഷ്യം വരും. ഞാനും ചിലപ്പോൾ ഔട്ട് ഓഫ് കൺട്രോളായി എന്ന് വരും. എനിക്ക് ആ അച്ഛനോട് ദേഷ്യമില്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾ പേരൻസ് എവിടെയൊക്കെയോ ലാക്ക് ചെയ്യുന്നുണ്ടല്ലോ കുട്ടികളെ വളർത്തേണ്ട രീതി എന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞു തരാം. ചിലപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന പല മെത്തേഡുകളിലും ബ്ലണ്ടേഴ്സ് ആയിരിക്കും, പക്ഷേ എനിക്കിതൊക്കെ ശരിയാണെന്നാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കമൻറ്റ് ത്രൂ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ എനിക്കിവിടെ പറയണം തോന്നി, ഈ ഒരു നടന്ന സംഭവം പറയണം തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ മകൾക്ക് ഞാൻ TV വെച്ച് കൊടുക്കാറുണ്ട്. എപ്പോഴെന്ന് വെച്ചാൽ അവൾക്കൊരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. എന്ന് വെച്ചാൽ മുന്നേ അങ്ങനെ ആയിരുന്നില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെച്ച് കൊടുക്കും ഞാൻ. എന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി കിട്ടാൻ വേണ്ടിയിട്ട്, എൻ്റെ മകളെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ രാവിലെ TV വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് അവൾ ഉറങ്ങുമ്പോൾ ഉള്ള ടൈം മാത്രം ഓഫ് ചെയ്യും. പിന്നെ അഗെയിൻ അവൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും TV, അവൾ ഫുൾ ടൈം TV-യിലായിരുന്നു. പിന്നീട് ഞാൻ റിയലൈസ് ചെയ്തു, ഈവൻ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, അയ്യോ അത് ശരിയല്ല, അങ്ങനെയല്ല, നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈം അവൾക്ക് നിശ്ചയിക്കണം, ആ ടൈമിൽ മാത്രം കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ ഹസ്ബൻഡും പറഞ്ഞു. എനിക്കും അത് ശരിയാന്ന് തോന്നി. അങ്ങനെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അവൾക്ക് ഫുൾ ടൈം മൊബൈൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ മൊബൈൽ കൊടുക്കുക, അത്തരത്തിലുള്ള പരിപാടികളില്ല. മൊബൈൽ വളരെ വിരളമായിട്ടേ കൊടുക്കാറുള്ളൂ. മിക്കപ്പോഴും അത് അവോയ്ഡ് ചെയ്യും. കാരണം എനിക്കിപ്പോൾ TV ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആ ഒരു ടൈമിൽ ഭയങ്കര
ഭയങ്കരമായിട്ട് പ്രശ്നം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് കാലങ്ങളായിട്ട് ടി വി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ചെറിയ ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ഞാൻ മോൾക്ക് മൊബൈൽ കാർട്ടൂണോ അങ്ങനെ വല്ലതും വെച്ച് കൊടുക്കും. അതല്ലാതെ ടി വി ശരിയായപ്പോഴത്തേക്കും വീണ്ടും മൊബൈൽ മാറ്റി വെച്ചു. പിന്നെ അവൾക്കിപ്പോൾ മൊബൈലേ ഇല്ല, ടി വി മാത്രം. അതും ഒരു ഹാഫ് ആൻ അവർ ടൈം മാത്രം ടി വി കാണും. അവളുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ടോട്ടലി ഒരു ഹാഫ് ആൻ അവർ മാത്രമാണ് ഒരു ഡേയിൽ. അപ്പോൾ അങ്ങനെ ഒരു 1 hour to ഹാഫ് ആൻ അവർ ടു 1 hour ആയിട്ട് ചുരുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളതാണ് എൻ്റെ പാർട്ട് 2 ഒന്നാമത്തെ പോയിൻറ്റ്. അതായത് അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂർ വരെ ഒരു ദിവസം സ്ക്രീൻ ടൈം ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അത് പക്ഷേ ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അല്ലാതെ രാവിലെ മുതൽ രാത്രി വരെയും ടി വി ഞാൻ ചെയ്ത തെറ്റുകൾ നിങ്ങൾ ചെയ്യാതിരിക്കാം. ഞാനും ഇതുപോലെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുൾ ടൈം വെച്ച് കൊടുക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ഞാനും ഇപ്പോൾ പിന്നെ വല്ല ടൂറിനൊക്കെ പോവുകയാണെങ്കിലും മൊബൈൽ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാനും വീട്ടിൽ ടി വി ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ സ്ക്രീൻ ടൈം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഹാഫ് ആൻ അവർ ടു 1 hour. 1 hour ഇല്ല, ഹാഫ് ആൻ അവറാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ടൈം. ഇപ്പോൾ ടൂറിനൊക്കെ പോകുമ്പോൾ എനിക്ക് ടി വി എടുത്തിട്ട് പോകാൻ പറ്റില്ല, മൊബൈൽ മാത്രമാണ് എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കരമായിട്ട് പാട്ട് വേണം അല്ലെങ്കിൽ കാർട്ടൂൺ കാണണം എന്ന് ഭയങ്കരമായിട്ട് വാശി പിടിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മൊബൈലിനകത്ത് വെച്ച് കൊടുക്കും. അതും സ്ക്രീൻ ടൈം ഞാൻ ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്റ്റ് ചെയ്യും. ഇനി പല കുട്ടികളും നമ്മളിനി എത്ര പറഞ്ഞാലും കേൾക്കൂല. പക്ഷെ ഞാൻ അവിടെ ചെയ്യുന്നൊരു സംഭവം തെറ്റാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവിടെ ചെയ്യുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഇവളുടെ അടുത്ത് ടി വി ഓഫ് ചെയ്യട്ടെ മോളെ എന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയും. പിന്നെ കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞു, അതായത് അവളെ തല തിന്നാന്ന് പറയാറില്ലേ, അതുപോലെ ഞാൻ അവളെ പറയും മിയ എന്ന് പറയുന്നത് എൻ്റെ കുട്ടിയുടെ പേരാണ് മിയ, വീട്ടിലങ്ങനെയാണ് വിളിക്കാറ്. അപ്പോൾ ഞാൻ പറയും മിയ ഓഫ് ചെയ്യട്ടെ. ഇങ്ങനെ ഒരു 20-25 പ്രാവശ്യം നിർത്താതെ പറയും മിയ ഓഫ് ചെയ്യട്ടെ. അത് ഇതുപോലെ ലിറ്ററലി ഇതുപോലെ തന്നെ ഞാൻ നിർത്താതെ പറയും. അപ്പോൾ അവളെ ശരിക്കും അവൾക്ക് എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെയാണ് ആദ്യം വന്നിട്ടില്ല. അവൾ ആർത്ത് വിളിക്കും. പിന്നെ അത് അവൾക്ക് ഗ്രാജുവലി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ, മേ ബി 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ചയൊക്കെ 1 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് അതൊരു അലാം പോലെ ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ ഓക്കെ, ഇത് അമ്മയുടെ ടൈം അപ്പിൻ്റെ സൈനാണ്, ഓക്കെ എനിക്ക് മൊബൈൽ ഓഫ് ചെയ്യാനുള്ള സമയമായി എന്ന് അവൾക്ക് തോന്നി തുടങ്ങി. ഇത് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് ഇത് വർക്ക് ചെയ്യുമെന്നുള്ളത്. പക്ഷേ ഈ ഒരു മെത്തേഡ് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിത് ട്രൈ ചെയ്തപ്പോഴത്തേക്ക് അത് വർക്കായി. കുട്ടിയുടെ അടുത്ത് ഞാൻ ആദ്യമതൊക്കെ 20-30 പ്രാവശ്യം പറഞ്ഞത് പിന്നെ എനിക്ക് ഒരു 10 പ്രാവശ്യത്തിലേക്ക് സംഭവം ചുരുങ്ങി, അല്ലെങ്കിൽ ഒരു 6 പ്രാവശ്യത്തിലേക്ക് സംഭവം ചുരുങ്ങി. മിയ ഓഫ് ചെയ്യട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ അലേർട്ടായി തുടങ്ങി. ഓട്ടോമാറ്റിക്കായിട്ടും 6, 7, 8 പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് അവൾ തന്നെ, ഇപ്പം സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ കള്ളത്തരമല്ല, അവൾ തന്നെ അമ്മ ഇതാ ഓഫ് ചെയ്തു എന്ന് പറയും. അതായത് എന്നെക്കൊണ്ടൊരു 3, 4, 5, 6, 7 പ്രാവശ്യമൊക്കെ പറയിപ്പിച്ചതിന് ശേഷം അവൾക്ക് ആ ടൈം അപ്പ് എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ അവൾ ഓട്ടോമാറ്റിക് അമ്മ ഇതാ മൊബൈൽ ഓഫ് ചെയ്തോ എന്ന് പറയും. അല്ലെങ്കിൽ അമ്മ ഇതാ ടി വി ഓഫ് ചെയ്തോ, അമ്മ ടി വി ഓഫ് ചെയ്യും, അവൾ എൻ്റെ അടുത്ത് പറയും. പക്ഷേ ഈ ഒരു അലാം പോലെ ഞാൻ പറഞ്ഞതിന് ശേഷമാണെന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മെത്തേഡും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ആദ്യത്തെ 1 മാസം ഒരു തരത്തിലുള്ള റിസൾട്ടും പ്രതീക്ഷിക്കരുത്, അതിനുശേഷം നല്ല റിസൾട്ട് ഉണ്ടാവും. മൊബൈലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേറൊരു പോയിൻ്റ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് കഴിഞ്ഞു, സ്ക്രീൻ ടൈം. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദിത്യ മര്യാദ എന്ന് പറഞ്ഞ സംഭവം പണ്ടുള്ള കുട്ടികളൊക്കെ അത് നന്നായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 90s കിഡ്സ് എന്നൊക്കെ പറയാം. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള, അത് മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിംസ് ഇതൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു സമയത്തുള്ള കുട്ടികൾ അവർക്ക് അറിയില്ല എന്താണ് ഈ സംഭവം എന്നുള്ളത്. അല്ലെങ്കിൽ അതൊന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരാൾ വന്നു കഴിഞ്ഞാൽ, വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മൊബൈലിനകത്ത് ബിസി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ടി വിക്കകത്ത് ബിസി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിംസിനകത്ത് ബിസി ആയിട്ടുള്ള കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു റെസ്പെക്റ്റ് കാണിക്കുക, അല്ലെങ്കിൽ ഒരു ചിരിച്ച മുഖം അവരുടെ അടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കുക, ഒന്ന് തല പൊക്കിയിട്ട് അവരുടെ അടുത്ത് ആ ഇത് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. ശരിക്കും ഈ ഒരു പോയിന്റ് എന്നെ കൊണ്ട് കൂടുതൽ ചിന്തിപ്പിച്ച് തരാമെന്ന് വെച്ചാൽ നടൻ ജയസൂര്യയാണ്. കാരണം ജയസൂര്യയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ജയസൂര്യ പറഞ്ഞ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഞാനും ചിന്തിച്ചത്. ശരിയാണല്ലോ, നമ്മൾക്കൊക്കെ അറിയാം. എന്ന് വെച്ചാൽ നമ്മുടെ കാലത്ത് 90s കിഡ്സിൻ്റെ ആ ഒരു പ്രായത്തിൽ നമുക്ക് മൊബൈലില്ല. മേ ബി നമ്മുടെ ഒരു 2013-14 ടൈമിലൊക്കെയാണ് ഞാനൊക്കെ മൊബൈൽ ഉപയോഗിച്ച് തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിന് മുന്നേ ഒന്നും മൊബൈലില്ല, ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പേരൻസ് മാത്രമാണ് ഉപയോഗിച്ചത്. ലാൻഡ് ലൈനാണ് നമുക്ക്. സോഷ്യൽ മീഡിയ ഒന്നും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു ദിവസം കൺട്രോൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയ എന്നുള്ള ലെവലിലേക്ക് അന്നുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊരാൾ കയറി വന്നു കഴിഞ്ഞാൽ ഓക്കെ അവർക്കൊരു ഗ്ലാസ് ചായ വെച്ച് കൊടുക്കണം എന്നോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ അടുത്ത് പോയി കുറച്ച് നേരം അവരെ ഒന്ന് മുഖം കാണിച്ച്, താല്പര്യം ഇല്ലെങ്കിൽ പോലും ഒന്ന് മുഖം കാണിച്ചിട്ട് അവരെ ഒന്ന് എന്താ പറയുക, അവരുടെ അടുത്തൊന്ന് ചിരിച്ച് ഒന്ന് ജസ്റ്റ് ഒരു 2 വർത്തമാനങ്ങളും പറഞ്ഞിട്ട് വരണം എന്നുള്ള ഒരു സാമാന്യ മര്യാദ നമുക്ക് നമ്മുടെ പേരൻസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിൽ അതില്ല. വീട്ടിൽ ആര് വന്നാലും ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ് എന്നുള്ളൊരു ഫീലോട് കൂടിയിട്ടാണ് അവർ നിൽക്കുക. മുകളിൽ മകനെവിടെയാണ് മകളെവിടെയൊക്കെ അവർ മുകളിലുണ്ട്. ഈവൻ പേരൻസ് ആണെങ്കിലും ബോധേഡല്ല, അവരൊന്ന് താഴേക്ക് വിളിച്ചിട്ട് ഇവരുടെ അടുത്തൊന്ന് സംസാരിപ്പിക്കാൻ പേരൻസും റെഡിയല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ചേഞ്ചാണ് അവിടെ കാണുന്നത്. അപ്പം നമ്മൾ പേരൻസ് പഠിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ താഴേക്ക് വിളിച്ചുകൊണ്ടുവരിക, അവരെയും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. എന്ന് വെച്ചാൽ അവരോട് മിങ്കിൾ ചെയ്യിപ്പിക്കാൻ, അത് വന്ന അതിഥിനെ കൊണ്ട് ഇവരെയായിട്ട് മിങ്കിൾ ചെയ്യിപ്പിക്കാനൊരു സാമാന്യ മര്യാദ അത് പേരൻസ് പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം ഞാനൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒബ്വിയസ്ലി അവിടെയുള്ള എല്ലാവരും എൻ്റെ അടുത്ത് നന്നായിട്ട് മിണ്ടിയാൽ മാത്രമേ എനിക്ക് ചിരിച്ച് സംസാരിച്ചാൽ മാത്രമേ എനിക്ക് ആ വീട്ടിലേക്ക് വീണ്ടും പോകാൻ തോന്നുള്ളൂ. അല്ലാതെ അവിടെയുള്ള അച്ഛൻ മാത്രം പോകുന്നു, ഭാര്യ പോകുന്നില്ല, അല്ലെങ്കിൽ മക്കൾ പോകുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഓക്കെ എന്തെങ്കിലും പ്രൊഫഷണൽ കാര്യമൊക്കെ ആണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യില്ല. പക്ഷെ ഒരു ഫ്രണ്ട്ലി വേയിൽ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുമ്പം അവിടെ ഉള്ള ആൾക്കാരുടെ റെസ്പോൺസ് വളരെ പരിതാപകരമാണെങ്കിൽ പോകാനേ തോന്നില്ല. അപ്പോൾ നല്ല നല്ല ശീലങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ശീലവും വന്നു കയറുന്ന ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യാനും അവരുമായിട്ട് കുറച്ച് മിങ്കിൾ ചെയ്യാനുള്ളൊരു ശീലവും കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ കൂടെ വേറൊരു പോയിൻറ്റും കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ദൂരദേശത്തൊക്കെ നിൽക്കുന്ന ഫാമിലീസ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ അവർക്ക് വീക്കെൻഡ്സിലൊക്കെ അല്ലെങ്കിൽ അവരുടെ ഹോളിഡേ ടൈം കിട്ടുമ്പോൾ അവരുടെ റിലേറ്റീവ്സ് നാട്ടിലുള്ളവരെ വിളിക്കുന്നു. അപ്പോൾ ഈ അച്ഛനും അമ്മയും പ്രോപ്പറായിട്ട് സംസാരിക്കും, കോൾ കട്ട് ചെയ്യും, മക്കളെ കൊണ്ട് സംസാരിപ്പിക്കാറില്ല. മക്കൾക്ക് അതൊന്നും താല്പര്യമില്ല. മോനെവിടെ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ മോനവിടെ ഗെയിം കളിക്കുന്നുണ്ട്, മോനവിടെ വേറെന്തൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ല, ആ ഒരു ടൈം മക്കളെ ഇരുത്തി റിലേറ്റീവ്സുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. കാരണം നമുക്ക് നമ്മുടെ കൂടെ എന്നുവെച്ചാൽ നമ്മുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ നമ്മുടെ കൂടെ കളിച്ച് വളരാൻ ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ ഈവൻ എത്ര വലുതായാലും ആ ഒരു റിലേഷൻ, ആ ഒരു കണക്ഷൻ നമുക്ക് അവരുമായിട്ടുണ്ടാവും. പക്ഷേ ഈ ചെറിയ കുട്ടികളെന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലെ ഒരുപാട് ദൂരെ പോയി പഠിച്ചു വളരുന്നു. അപ്പോൾ ഈ റിലേറ്റീവ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ കുറയും. അപ്പോൾ ദൂരത്ത് നിൽക്കുന്നവർക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ കുട്ടികളെ അതിനകത്ത് ഉൾപ്പെടുത്തുക. അച്ഛനമ്മയും മാത്രം സംസാരിച്ച് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു രീതി മാറ്റിയിട്ട് കുട്ടികളെയും ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ വിളിക്കുകയാണ്, എല്ലാവരോടും സംസാരിക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. പിന്നീട് അപ്പോൾ മാത്രമേ കുട്ടികൾക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ആവുള്ളൂ. അതല്ലാതെ എപ്പോഴെങ്കിലും നാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസം കളിച്ച് തിരിച്ച് പോയി കഴിഞ്ഞാലും ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ബോധം കുട്ടികളുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈം ഓക്കെ ഹോളിഡേ ആണ്, അപ്പോൾ ഈ ഒരു ഹാഫ് ആൻ അവർ ടൈം നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും അതിനകത്തൊരു പാട്ടാവണം. നാളെ പിറ്റന്നാൾ നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുടെ കുട്ടികൾക്ക് ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അവരെ വിളിച്ച് ശീലമുണ്ടെങ്കിൽ മാത്രമേ അത് ആ ഒരു കണക്ഷൻ ഫീൽ ആവുള്ളൂ. ഇപ്പോൾ കസിൻസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഓക്കെ നമുക്ക് നമ്മുടെ കസിൻസുമായിട്ട് ഇപ്പോൾ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കസിൻസുമായിട്ടൊന്നും വലിയ കണക്ഷൻ ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വിളിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സംഭവമില്ല. അത് നമ്മുടെ പേരൻസ് പഠിപ്പിക്കാത്തൊരു സംഭവമാണ്. നമ്മളൊക്കെ അവരിൽ നിന്നും കുറേ വിട്ട് ദൂരെ നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും എല്ലാ പ്രാവശ്യവും അവരെ വിളിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി എനിക്കില്ല. അത് എൻ്റെ പേരൻസ് എന്നെ പഠിപ്പിക്കാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ കുട്ടീനെ പഠിപ്പിക്കുന്നത് വെച്ചാൽ അവളുടെ കസിൻസ് അല്ലെങ്കിൽ അവളുടെ ഗ്രാൻഡ് പാരൻസിനെ എല്ലാ ദിവസവും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എപ്പോഴൊക്കെ ടൈം കിട്ടുന്നു അപ്പോഴൊക്കെ അവരൊക്കെ വിളിച്ച് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാൻ ഞാൻ എൻ്റെ കുട്ടീനെ പഠിപ്പിക്കണം. അപ്പോൾ അത് എല്ലാ പേരൻസും അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അതായത് നാളെ എൻ്റെ ആബ്സെൻസിലും ഈ കുട്ടികൾ എൻ്റെ റിലേറ്റീവ്സുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യേണ്ടതാണെന്നുള്ളൊരു ബോധം പേരൻസിന് ഉണ്ടാവേണ്ടത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നു ഒരുപാട് ലെങ്തിയായി, എൻ്റെ പോയിൻറ്റ്സ് ഇനിയും തീർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റിമൈനിങ് കാര്യങ്ങൾ ഞാൻ പാർട്ട് 3 പറയാം. ഇത് ഈ ഒരു പാർട്ട് 2 തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ പറ്റുന്നില്ല. എന്തായാലും റിമൈനിങ് പോയിൻറ്റ്സ് പാർട്ട് 3 അല്ലെങ്കിൽ പാർട്ട് 4 എന്നുള്ള ലെവലിലേക്ക് ഞാൻ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും ഉള്ള വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഇത്രയും സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ടാറ്റാ.